വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്കിന്ന് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കുട്ടികളോട് താങ്ക്സ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും നന്നായി പഠിക്കുക. ആനുവൽ എക്സാം അടുത്ത് വരികയാണ്. നമുക്ക് തുടങ്ങാം. R is equal to ordered pair xy. ഞാൻ ക്വസ്റ്റ്യൻ ആദ്യം എഴുതുന്നില്ല, എല്ലാവരുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ. സച്ച് ദാറ്റ് xy എലമെന്റ് ഇസ് ഉണ്ട്. ഇവിടെ ഇസഡ് ആണ്, ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇസഡ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. ഈ എഴുതുന്ന വേർഡ് ശ്രദ്ധിക്കുക. എൻ ആണോ ഇസഡ് ആണോ അതോ ഡബ്ല്യു ഹോൾ നമ്പർ ആണോ അങ്ങനെയൊക്കെ നോക്കുക. xy ഇസ് ഈക്വൽ ടു 4. നമുക്ക് ഏതൊക്കെ എഴുതാം? ഏതൊക്കെ രണ്ട് ഇൻഡിജേഴ്സ് ഇൻറ്റു ചെയ്താലാണ് 4 കിട്ടുന്നത്? മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1 4 എഴുതാം, 4 1 എഴുതാം അല്ലേ. -1 -4, നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്. -4 -1 -2 -2 2, 1. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഓർഡേഡ് പെയറിൽ എക്സ് എലിമെൻ്റ് എടുക്കും. 1 4 -1 -4 -2 റേഞ്ച് എന്താ? സെറ്റ് ഓഫ് ഓൾ വൈ എലിമെൻറ്റ്സ്. വൈ കോർഡിനേറ്റ് എടുക്കും. 4 1 -4 -1 -2 -1 into -4 4, -4 into -1 4, -2 into -2 2 into 2 1 into 4 4 into. റിലേഷൻ കിട്ടി. ഡൊമെയിൻ എഴുതി റേഞ്ച്. നമ്പർ ഓഫ് എലിമെൻറ്റ്സ് 1 2 3 4 5 6. ആൻസർ 6. Question number 2. This angle is 150. Angle AOB 150. അതിൻ്റെ റേഡിയൻ മെഷർ എഴുതണം അല്ലേ. നമുക്ക് റേഡിയൻ മെഷറിലോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? π/180. ന്യൂമറേറ്ററിലാണ് π. 0 0 ക്യാൻസൽ, 3 ക്യാൻസൽ. π/6 റേഡിയൻ. റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് B. ബിയുടെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് വരുന്നു. OA, this point is 1 0. OA is equal to 1. OA സർക്കിളിൻ്റെ എന്താണ്? റേഡിയസ്. OB is also radius, that is 1. ഇതിനൊരു പെർപെൻഡിക്കുലർ വരുന്നു. This angle is 150. So this angle is equal to 180 minus 150. That will be sin 30 1/2. That is BM by opposite by hypotenuse. BM by 1. BM is equal to 1/2. Cos 30 √3/2. Adjacent by hypotenuse. OM by 1. OM and √3/2. B എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓഫ് ഒറിജിനാണ്. എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ്, വൈ കോർഡിനേറ്റ് പോസിറ്റീവ്. Therefore B is the point. ഇവിടെ OM എന്ന് പറയുന്നതാണ് എക്സ് കോർഡിനേറ്റ്, BM എന്ന് പറയുന്നതാണ് വൈ കോർഡിനേറ്റ്. ദറ്റ് ഈസ് -√3/2 പോസിറ്റീവ് 1/2. Consider the word association.
ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ബി അറേഞ്ച്ഡ്? നമുക്ക് ഇങ്ങനെ ഒരു ലെറ്റർ ആദ്യം ടോട്ടൽ ലെറ്റേഴ്സ് നോക്കണം. ടോട്ടൽ എത്രയുണ്ട്? 1 2 3 4 5 6 7 8 9 10 11. ടോട്ടൽ 11 ലെറ്റേഴ്സ് അല്ലേ? അതിൽ ഏതെങ്കിലുമൊക്കെ ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എ 1 2, എ 2 ടൈംസ്, എസ് 2 ടൈംസ്, ഐ 2 ടൈംസ്, O 2 times. Number of ways. First, how many different ways? Number of ways is equal to, അതിൽ നമ്മൾ ന്യൂമറേറ്ററിൽ ടോട്ടൽ എത്രയുണ്ടെന്ന് എഴുതും, ഫാക്ടോറിയൽ. ഏതൊക്കെയാണോ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അതിൻ്റെ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2. ഇതെല്ലാവർക്കും കാൽക്കുലേറ്ററൊക്കെ കാണുന്നുണ്ട്. ഇത് 2 × 2 × 2 × 2. 11 ഫാക്ടോറിയൽ ബൈ, ഞാനിപ്പോൾ ഇവിടെ ആൻസർ എഴുതാം, 2 4 9 4 8 0 0. Second part. If how many of these words have all vowels occur together? ഈ വവൽസ് എല്ലാം ഒരുമിച്ച് നിന്നാൽ നമുക്ക് ആ വേർഡ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ബി പാർട്ട്. പിന്നെ ആദ്യം വവൽസ് നമുക്കൊന്ന് മാറ്റി എഴുതാം. വവൽസ് ഏതൊക്കെയാണ്? ഒ ഓ, ഐ ഐ, എ എ. നമുക്കിതിനെ നമുക്ക് ഒറ്റ ഇതായിട്ട് എടുക്കുക, സിംഗിൾ ലെറ്റർ ആയിട്ട് വിചാരിക്കുക. 11 - 6 5, എന്നിട്ട് 1 പ്ലസ് ചെയ്യുക. നമ്പർ ഓഫ് വേസ് 11 - 6 5, 5 + 1 6, 6 ഫാക്ടോറിയൽ ബൈ, ഇനി നമ്മൾ എയും ഐയും ഓയും ഇതിലെടുത്തു. പിന്നെ ഏതാണ്? എസ് ഉണ്ട് ഇവിടെ, 2 ഫാക്ടോറിയൽ ഇൻറ്റു, ഇനി നമുക്ക് ഇവിടെ 6 ലെറ്റേഴ്സിൽ എല്ലാം 2 ടൈംസ് ഉണ്ട് അല്ലേ? 6 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. പോയിട്ട് 6 × 5 × 4 × 3, 2 കട്ടായി. ഇത് 6 × 5 × 4 × 3, ഒരു 2 കട്ടായി, 2 × 2. ഇന്ത്യയിൽ എത്ര കിട്ടും? 32400. Next, expand. X plus 1/x raised to 6. Number of terms ആയിരുന്നു 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6 + 1 7. എക്സ്പാൻഷൻ. ഇത് 6C0, ഇവിടെയുള്ള നമ്പർ തുടങ്ങും. ഫസ്റ്റ് ടേം റേസ് ടു 6, ഈ നമ്പർ വരും. അടുത്തത് 6C1, ഫസ്റ്റ് ടേമിൻ്റെ പവർ കുറയും, സെക്കൻഡ് ടേം സ്റ്റാർട്ട് ചെയ്യും. അടുത്ത് 6C2, എക്സ് റേസ് ടു 5 എന്നുള്ളത് എന്താവും? 4. 1/x ദ ഹോൾ സ്ക്വയർ. നിങ്ങൾ എക്സ്പാൻഷൻ എഴുതുമ്പോൾ തെറ്റിയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ 5, ഇവിടെ 1, 5 + 1 6, ഇവിടെ കണ്ടോ 4 + 2 6, പ്ലസ് 6C3, x raised to 3 into 1/x the whole raised to 3, 3 + 2 6. 6C4, x raised to 2 into 1/x raised to 4. 6C5, x into 1/x raised to 5. 6C6, 1/x raised to 6. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ പവർ, ലാസ്റ്റിൽ സെക്കൻഡ് ടൈമിൻ്റെ എക്സ് റേസ് ടു 6. 6C0യും 6C6 എപ്പോഴും 1 ആണ്. എക്സ് റേസ് ടു 6. 6C1 എന്ന് പറഞ്ഞാൽ 6. എക്സ് റേസ് ടു 5 എക്സും കൂടെ കട്ട് ചെയ്താൽ വരും എക്സ് റേസ് ടു 4. 6C2 എന്ന് പറഞ്ഞാൽ 6 × 5/1 × 6 × 5/1 × 2. 3 × 5 15,
എക്സ് റൈസ് ടു 4 എക്സ് സ്ക്വയർ കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എക്സ് സ്ക്വയർ. 63 6 ഇൻറ്റു 5 ഇൻറ്റു 4/1 ഇൻറ്റു 2 ഇൻറ്റു 3 20 ബൈ ഇവിടെ എക്സ് ക്യൂബ് കട്ട് ചെയ്യുമ്പോൾ ഒന്നുമില്ല അല്ലേ 20 മാത്രമേ. 64 കാണാൻ നമുക്ക് 62 കണ്ടാൽ മതി. 62 എത്രയാണ് ഇവിടെ 15. എക്സ് സ്ക്വയറും എക്സ് റൈസ് ടു 4ഉം കട്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ. 65 എന്ന് പറഞ്ഞാൽ 61 6 തന്നെയാണ്. 6 എക്സ് റൈസ് ടു 4 66 1. ഇതിൽ സെക്കൻഡ് പാർട്ട് എന്താ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഴുതിയ എക്സ്പാൻഷനിൽ എക്സ് ഇല്ലാത്ത ടേം ഏതാണ് 20. സെക്കൻഡ് പാർട്ട് ആൻസർ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് 20. Write equation of a line passing through 2 0 and parallel to y-axis. 1 2 0 x-axis ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതും y ആക്സിസിന് നിങ്ങൾ വരയ്ക്കുമെന്ന് കേട്ടോ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി വരച്ച് കാണിക്കുന്നു. അപ്പോൾ y ആക്സിസിന് പാരലൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏത് പോയിന്റ് എടുത്താലും എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും സെയിം. ഇത് 1 ആണ് ദിസ് പോയിന്റ് ഈസ് 2 1 ഇത് 5 ആണെങ്കിൽ 2 5. ഏത് പോയിന്റ് എടുത്താലും എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും സെയിം. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പാരലൽ ടു y ആക്സിസ് എന്നാണെങ്കിൽ ആൻസർ എന്താണ് എക്സ് ഈസ് ഈക്വൽ ടു ആ തന്നിരിക്കുന്ന പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് എഴുതിയാൽ മതി. പാസസ് ത്രൂ 2 7 പാരലൽ ടു y ആക്സിസ് വെച്ചാൽ x is equal to 2. ഇനി പാരലൽ ടു എക്സ് ആക്സിസ് എന്നായിരുന്നെങ്കിലോ ക്വസ്റ്റ്യൻ പാസസ് ത്രൂ 3 4. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ y ആക്സിസ് അതേപോലെ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിങ് ത്രൂ 3 4 പാരലൽ ടു എക്സ് ആക്സിസ് എന്നായിരുന്നെങ്കിൽ എന്ത് എഴുതാം. അപ്പോൾ നമ്മളിവിടെ y ആക്സിസിനാണെങ്കിൽ എക്സ് ഈസ് എ കോൺസ്റ്റന്റ് അല്ലേ. അതേപോലെ പാരലൽ ടു എക്സ് ആക്സിസ് ആയിരുന്നെങ്കിലോ y ഈസ് ഈക്വൽ ടു 4. ഇത് നിങ്ങളുടെ ആൻസർ ഇതേ ഉള്ളൂ. ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇതിൻ്റെ ആൻസർ എക്സ് ഈസ് ഈക്വൽ ടു 2. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് -1 നമ്മൾ ഈ ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഓഫ് x1 y1 from ax plus by plus c is equal to 0. Absolute value ax1 plus by1 plus c by root of a square plus b square. ഇവിടെ x1 y1 എന്ന് പറഞ്ഞ പോയിന്റ് എന്താ -1 1. നമുക്ക് ഇക്വേഷൻ ഒന്ന് ഓർഡറിലാക്കണം. 12 ഇൻറ്റു എക്സ് പ്ലസ് 6 5 ഇൻറ്റു y minus 2 12x plus 72 5y minus 10 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. നമുക്കെല്ലാം ലെഫ്റ്റ് കൊണ്ടുവരാം. ആ -10 ലെഫ്റ്റ് ചെയ്യും +10 ആകും. ഡിസ്റ്റൻസ് ഇവിടെ പോയിന്റ് -1 1 ആണ്. 12 ഇൻറ്റു -1 അബ്സല്യൂട്ട് വാല്യൂ 12 ഇൻറ്റു -1 -5 ഇൻറ്റു 1 plus 82 divided by root of 12 square plus 20. ഇവിടെ എത്ര കിട്ടും 169 റൂട്ട് 30 -17 plus 82 that is from the ellipse x square by 36 y square by 16 is equal to 1.
x square by a square plus y square by b square is equal to 1. C squared എന്ത് വരും? a square minus b square 36 minus 16. C ആണ് root of 20. 2 into 2 into 5, that is 2 root 5. First, coordinate of the foci and vertices. Foci. ഇവിടെ ഫസ്റ്റ് ഫോമാണ്. അപ്പോൾ ഫോക്കൈ എങ്ങനെ വരും? പ്ലസ് ഓർ മൈനസ് സി 0 പ്ലസ് ഓർ മൈനസ് 2 root 5 കോമ വെർട്ടീസസ് പ്ലസ് ഓർ മൈനസ് a 0 പ്ലസ് ഓർ മൈനസ് 6. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം b part. Length of lattice rectum 2b square by a. b squared is equal to 16, a is equal to 6. 16 by 3. 2 into b square 16, a 6. 2 and 6 കിട്ടുന്നത്. Eccentricity. ഈയുടെ ഫോർമുല എന്താ? c by a. എലിപ്സിൻ്റെ കേസിൽ എപ്പോഴും ഇയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആയിരിക്കും കേട്ടോ. ഈ ലെസ് ദാൻ 1. ഇൻ ദ കേസ് ഓഫ് പരാബോള ഈസ് ഈക്വൽ ടു 1. ഇൻ ദ കേസ് ഓഫ് ഹൈപ്പർബോള ഈസ് ഗ്രേറ്റർ ദാൻ 1. ഞാൻ റിവിഷനായിട്ട് ഇട്ട ക്വസ്റ്റ്യൻ പേപ്പറിലും PYQയിലും ഒക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. അതെല്ലാം കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ PYQ ക്വസ്റ്റ്യൻസാണ്, വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ട് പഠിക്കുക. ഇതേ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചാണ് വന്നിരുന്നെങ്കിലോ എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 ഈക്വൽ ടു 1. അപ്പോൾ അവിടെ സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 7. നമ്മൾ ഫോക്കൈ എഴുതുമ്പോഴും വെർട്ടീസസ് എഴുതുമ്പോഴും എന്ത് വരും? ഫോക്കൈ എന്ന് പറയുമ്പോൾ 0 പ്ലസ് ഓർ മൈനസ് സി, വെർട്ടീസസ് 0 പ്ലസ് ഓർ മൈനസ് 4. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഇങ്ങനെ തിരിഞ്ഞാണ് വരുന്നത്. Find the distance of the point from question number 7. 3, 6, 4 from xy plane. xy plane ആണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് എഴുതുമ്പോൾ എന്ത് എഴുതിയാൽ മതി? ഇതിനകത്ത് ഇല്ലാത്ത ലെറ്റർ ഏതാ നോക്കുക. ഇസഡ് കോർഡിനേറ്റ് മാത്രം എഴുതും. ഇനി അതല്ല YZ പ്ലെയിൻ ആയിരുന്നെങ്കിലോ എക്സ് ഇല്ല. ആൻസർ എന്താ വരും? Show that vertices of an isosceles triangle. Isosceles triangle എന്ന് പറഞ്ഞാൽ എന്താണ്? 2 sides are equal. Equilateral, 3 sides are equal. നമുക്കൊരു പേര് കൊടുക്കാം. പേര് A07 minus 10 16 minus 6 C4 9 minus 6. AB. Root of x2 minus x1 the whole square plus y2 minus y1 the whole square plus z2 minus z1 the whole square. 1 minus 0 1. 6 minus 7 minus 1. Minus 6 minus minus 10. Minus 6 plus 10 4. Minus 6 minus minus 10. Minus 6 available with the subtraction and addition of negative 10 positive 10. Difference എടുത്തിട്ട് ലാഭം. Root 80 base 4 minus 1 3 square
9 minus 6, 3 square, minus 6 minus 6, 0, 0, 0. നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ എ ബിയും ബി സിയും ചെയ്തു. ഈക്വലായിട്ട് കിട്ടിയതുകൊണ്ട് ഇനി നമുക്ക് എ സിയുടെ ആവശ്യമില്ല. എന്നാൽ 2 സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ എ ബി ബി സിയും ഡിഫറെൻ്റ് ആയിരുന്നു, നമ്മൾ എ സിയും കൂടെ കാണണം. എ ബി ഈസ് ഈക്വൽ ടു ബി സി, therefore triangle ABC is isosceles. Limit x tends to 2. X raised to n minus 2 raised to n by x minus 2. Limit x tends to 2, x raised to n minus 2 raised to n. ഏത് ഫോം? ലിമിറ്റ് x tends to a, x raised to n minus a raised to n by x minus a, n a raised to n minus. ആ ഒരു ഫോം. ഇവിടെ n തന്നെയാണ്, പക്ഷേ a എത്രയാണ്? 2. n ഇൻറ്റു 2 raised to n minus 1. 80 നമുക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 16. 16 നമുക്ക് 2 raised to 4. ഇവിടെ 2, ഇവിടെ raised to n. 5 5. 5 minus 1 4. Therefore n is equal to limit x, second part. Limit x tends to 0, sin pi x by x cos 2x. Limit x tends to 0 sin x by x. അതിൻ്റെ വാല്യൂ 1 മാർക്കിന് ചോദിക്കുക ഈസ് ഈക്വൽ ടു 1. നമുക്കതിന് ഇങ്ങനെ മാറ്റി എഴുതാം. സൈൻ പൈ എക്സ് ബൈ പൈ എക്സ് എന്ന് എഴുതാം, ഇൻറ്റു പൈ. നമുക്കിവിടെ ഒരു പൈ കൊടുക്കാം, കാരണം പൈ ഇൻറ്റു 0 ഇവിടെ 0 ആകും അല്ലേ? സ്റ്റാൻഡേർഡ് ഫോം ആയിരുന്നു. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ, അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1. നമ്മളിവിടെ എന്താണോ ആംഗിൾ വരുന്നത് അത് തന്നെയായിരിക്കണം ഡിനോമിനേറ്റർ. ഇവിടെ 2x ആണെങ്കിൽ 2x ടെൻസ് ടു 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് പൈ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ എക്സ്ട്രാ ഇവിടെ എഴുതി, അതിന് ക്യാൻസൽ ചെയ്യാനാണ് നമ്മൾ പൈ എഴുതി. ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 by cos 2x. This is equal to 1 into pi. Cos 0 1, 1 by 1 1. So answer is pi. Number of proper subsets. നമുക്കറിയാം നമ്പർ ഓഫ് സബ്സെറ്റ്സ് എത്രയാണ്? 2 raised to n. Question number 9. 1. Number of proper subsets of a set with 4 elements. Number of proper subsets. Number of subsets ആണെങ്കിൽ 2 raised to n. Number of proper subsets ആണെങ്കിൽ 2 raised to n minus 1. 2 raised to 4 minus 16 minus 1. A is equal to x is a letter in the word mathematics. M A T H E. In the MAT നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട I, C, S. ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട. M 2 times അതൊന്നും വേണ്ട. Y is a letter in the word physics. P H I S I C in resident. A union B. അത് എയിലുണ്ട്. M A T H E I C S. നമുക്കിവിടെ B. H നമ്മൾ എഴുതിയിട്ടുണ്ട്, റിപ്പീറ്റ് വേണ്ട. Y S എഴുതിയിട്ടുണ്ട്, I ഉണ്ട്, C. B part.
എ യൂണിയൻ ബി എഴുതുമ്പോൾ എയിലുള്ളതും ബിയിലുള്ളതും എല്ലാം എഴുതണം. കോമൺ റിപ്പീറ്റ് ചെയ്യേണ്ട, ഒരു തവണ എഴുതണം. എ ഇൻ്റർസെക്ഷൻ ബി, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് മാത്രം. ഐ ഉണ്ട്, സി ഉണ്ട്, എസ് ഉണ്ട്, എച്ച് എസ് ഐ സി. എ മൈനസ് ബി, എ മൈനസ് ബി ആണ് എലിമെൻ്റ് ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി എന്നാണ് അല്ലേ. എയിൽ നമ്മൾ എഴുതിയിരിക്കുന്നതിന് നമ്മൾ എന്ത് മാറ്റണം? ഈ ഇൻ്റർസെക്ഷനായിട്ട് കിട്ടിയിരിക്കുന്ന എലിമെൻറ്റ്സ് എല്ലാം മാറ്റുക. എച്ച് ഐ സി എസ് പോയിട്ട് എന്ത് കിട്ടി? എം എ ടി ഇ. നമ്മൾ എ മൈനസ് ബി ആണ്. എന്താണോ നമുക്ക് ഇൻ്റർസെക്ഷൻ കിട്ടിയത്, ഇവിടെ മൈനസിന് മുമ്പുള്ള ലെറ്റർ ഏതാണ്? എ. ആ സെറ്റിൽ നിന്നും ആ ഇൻ്റർസെക്ഷനിൽ കിട്ടിയ എലിമെൻറ്റ്സ് എന്ന് മാറ്റുന്നു. ഇവിടെ ബി മൈനസ് എ ആയിരുന്നു ചോദിച്ചെങ്കിലോ, നമ്മൾ എച്ച് എസ് ഐ സി നമ്മൾ ഏതിൽ നിന്ന് മാറ്റണം? ബിയിൽ നിന്ന് മാറ്റണം. എച്ച് എസ് ഐ സി പോയാൽ ബി മൈനസ് എ ആയിരുന്നു എന്ത് കിട്ടും? സെറ്റ് പി കോമ ഐ. രണ്ട് പാർട്ടായിട്ടിടാം, ബാക്കി പാർട്ട് നാളെ ഇടാം. ഓക്കെ, എല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.